ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകളാണ് ഇനിയുള്ളത്. നമ്മുടെ ടോപ്പിക്സ് വരുന്നത് ഓരോ ടേമിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്നുള്ളത്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, അതിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടേം എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിളാണ്, പക്ഷേങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നെടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡിസിപ്ലിൻ സിംപ്ലി മീൻസ് എ സബ്ജക്റ്റ് or a context of a subject. Discipline can refer to a branch of study or a grouping of courses. A discipline is a field of study that is taught and researched at a higher education institution. Discipline can have sub-disciplines which are branches of the discipline. അതായത് ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് എ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് ഓഫ് കോഴ്സസിനെ പറയുന്നത്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഓരോ സബ്ജക്റ്റുകൾ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ നമുക്ക് വിളിക്കാം എന്നാണ് പറയുന്നത്. അവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സൈക്കോളജി ഒരു ഡിസിപ്ലിനാണ്, സോഷ്യോളജി ഒരു ഡിസിപ്ലിനാണ്, ആന്ത്രോപോളജി ഒരു ഡിസിപ്ലിനാണ്, മാത്തമാറ്റിക്സ് ഒരു ഡിസിപ്ലിനാണ്, ഫിലോസഫി ഒരു ഡിസിപ്ലിനാണ്. അപ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഉൾക്കൊള്ളിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളത് കൂടുതലായിട്ടും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മൈനറായിട്ടുള്ളൊരു ഡിഫറൻസസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. യൂഷ്വലി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറയുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരു ഡിസിപ്ലിന് സബ് ഡിസിപ്ലിൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ടാവാം. അതായത് നമുക്കിപ്പോൾ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് ഇന്ത്യൻ എക്കോണമി, വേൾഡ് എക്കോണമി, ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്റ്റുകളിൽ സബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെ സബ് ഡിസിപ്ലിനായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന സബ് ഡിവിഷൻസും ഉണ്ടാവാം.